എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. PM കിസാൻ പദ്ധതിയുടെ 22ാം ഗഡുവിനായി കാത്തിരുന്ന ലക്ഷക്കണക്കിന് കർഷകർ ഇപ്പോൾ ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നോ എന്നത്. മാർച്ച് 13 വിതരണം ആരംഭിച്ചു എന്ന് വാർത്തകൾ വന്നെങ്കിലും ഭൂരിഭാഗം പേർക്കും കഴിഞ്ഞ 2 ദിവസമായി തുക ലഭിച്ചിരുന്നില്ല. ഇതിനെ തുടർന്ന് വലിയ ആശങ്കയാണ് നമ്മുടെ ഇടയിലുള്ളത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പൈസ വൈകിയത്, ഇപ്പോൾ ആർക്കൊക്കെയാണ് തുക ലഭിക്കുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക, കാരണം നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഇതിലുണ്ട്. നമുക്കറിയാം, മാർച്ച് 13 തീയതി വൈകുന്നേരമാണ് കേന്ദ്ര സർക്കാർ 22ാം ഗഡുവിൻ്റെ വിതരണത്തിന് തുടക്കം കുറിച്ചത്. സാധാരണയായി DBT അഥവാ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി പൈസ അയച്ചാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിൽ എത്തേണ്ടതാണ്. എന്നാൽ ഇത്തവണ ചില സാങ്കേതിക കാരണങ്ങൾ അതിന് തടസ്സമായി. ലക്ഷക്കണക്കിന് അക്കൗണ്ടുകളിലേക്ക് ഒരേ സമയം തുക കൈമാറുമ്പോൾ സെർവറുകളിൽ ഉണ്ടാകുന്ന അമിതഭാരം ഇതിനൊരു കാരണമാണ്. പൈസ അയച്ചു തുടങ്ങുമ്പോഴേക്കും സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. പൈസ ഗവൺമെൻറ് റിലീസ് ചെയ്തെങ്കിലും അത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രതിഫലിക്കാൻ ഈ സാങ്കേതിക പ്രശ്നം മൂലം സമയമെടുത്തു. സാങ്കേതിക പ്രശ്നത്തേക്കാൾ ഉപരിയായി തുക വൈകാൻ മറ്റൊരു പ്രധാന കാരണം കലണ്ടറിലെ ആ അവധി ദിവസങ്ങളാണ്. മാർച്ച് 13 വെള്ളിയാഴ്ച വൈകിട്ടാണ് വിതരണം തുടങ്ങിയത്. തൊട്ടു പിന്നാലെ വന്ന മാർച്ച് 14 രണ്ടാം ശനിയാഴ്ചയും മാർച്ച് 15 ഞായറാഴ്ചയും ബാങ്കുകൾക്ക് അവധിയായിരുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ നടക്കുമെങ്കിലും ബാങ്ക് സെറ്റിൽമെൻറ്റുകളും ക്ലിയറൻസുകളും ഇത്തരം അവധി ദിവസങ്ങളിൽ മന്ദഗതിയിലാകാറുണ്ട്. അതുകൊണ്ടാണ് 90% ആളുകൾക്കും ശനിയാഴ്ചയും ഞായറാഴ്ചയും അക്കൗണ്ടിൽ പൈസ എത്താതിരുന്നത്. അതിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം തുക വിതരണം ചെയ്യുന്ന പ്രക്രിയ സർക്കാർ തലത്തിൽ തടസ്സമില്ലാതെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മാർച്ച് 16 തിങ്കളാഴ്ചയാണ്. ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചതോടെ ഇന്ന് ഉച്ച കഴിഞ്ഞു മുതൽ മിക്കവാറും എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് പൈസ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ എനിക്ക് തന്നെ ഇന്ന് വൈകുന്നേരം 6:20 തുക ക്രെഡിറ്റായി അതിനെ സംബന്ധിച്ച ഔദ്യോഗിക സന്ദേശം മെയിലിൽ ലഭിക്കുന്നത്. അതുപോലെ എൻ്റെ അക്കൗണ്ടിലും പൈസ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫോൺ നോക്കിയാൽ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചാൽ തുക വന്നതായി നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. ഇനി ചിലർക്ക് മെസ്സേജ് വരാൻ വൈകിയേക്കാം, എങ്കിലും അക്കൗണ്ടിൽ പൈസ എത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് ബാങ്കിൽ പോയി തിരക്ക് കൂട്ടുന്നതിന് മുൻപ് നിങ്ങളുടെ മൊബൈലിലെ മെസ്സേജോ അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ്ങോ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ സാങ്കേതിക തടസ്സങ്ങളും ബാങ്ക് അവധിയും കാരണമാണ് പൈസ വൈകിയത്. ഇപ്പോൾ വിതരണം വേഗത്തിൽ നടക്കുന്നുമുണ്ട്. ആരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങളും KYCയും കൃത്യമാണെങ്കിൽ 2000 രൂപ ഉറപ്പായും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുക തന്നെ ചെയ്യും. ഈ വിവരങ്ങൾ പരമാവധി കർഷകരിലേക്ക് എത്തിക്കുക. അവർക്ക് ഇതൊരു വലിയ ആശ്വാസമായിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ എത്തിയോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. കൂടുതൽ കൃഷി അറിവുകൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.